BCCI വ്യാഴാഴ്ച വൈകുന്നേരം ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ T20 ഏകദിന ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഉയർന്നു കേട്ടത് ചില പരാതികൾ കൂടിയാണ്. രണ്ടു ടീമുകളിലും ചില പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തലുകളും ക്യാപ്റ്റൻസി മാറ്റങ്ങളും കണ്ടു. ഇത് ഇന്ത്യയുടെ രണ്ട് ഫോർമാറ്റുകളിലെയും ദീർഘകാല പദ്ധതികളെ സൂചിപ്പിക്കുന്നു. ടീം തെരഞ്ഞെടുപ്പിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി ചുമതലയേൽക്കാൻ ഒരുങ്ങുകയാണ്. എന്നിരുന്നാലും ചില ദൗർഭാഗ്യകരമായ ഒഴിവാക്കലും ഉണ്ടായിരുന്നു. രണ്ട് പരമ്പരകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചില കളിക്കാരെ നമുക്ക് നോക്കാം. ഇഷാൻ കിഷൻ 2023 അവസാനം വരെ ഇഷാൻ കിഷൻ എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യൻ ടീമിന്റെ ഒരു പ്രധാന അംഗമായിരുന്നു. ഡിസംബറിൽ ഇഷാൻ മാനസികാരോഗ്യ കാരണങ്ങളാൽ ഒരിടവേള എടുത്തു. പിന്നീട് BCCI ഒരു പുതിയ നിർദ്ദേശത്തിൽ അന്താരാഷ്ട്ര ഡ്യൂട്ടിയില്ലാത്ത ഇന്ത്യൻ കളിക്കാരോട് ആഭ്യന്തര ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇഷാൻ അത് അവഗണിക്കുകയും ഇടവേളയിൽ തുടരുകയും ചെയ്തു. ഇതോടെ BCCIയുമായിട്ടുള്ള വാർഷിക കരാറിൽ അദ്ദേഹത്തെ പുറത്താക്കി. 2 സഞ്ജു സാംസൺ 2023 ഡിസംബറിൽ ഇന്ത്യ അവസാനമായി കളിച്ച ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടുകയും സിംബാബ്വെക്കെതിരെ അവസാന T20 60 സെഞ്ചുറി നേടുകയും ചെയ്ത താരമാണ് സഞ്ജു. എന്നാൽ ലങ്കയ്ക്കെതിരെ T20 ഫോർമാറ്റിൽ മാത്രമാണ് സഞ്ജുവിനെ പരിഗണിച്ചത്. അതോടൊപ്പം അഭിഷേക് ശർമ്മയും ഏകദിനത്തിൽ യശസ്വി ജയ്സ്വാളും ടീമിലില്ല. രണ്ടാം T20 മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ച താരമാണ് അഭിഷേക് ശർമ്മ. അതോടൊപ്പം സീനിയർ താരങ്ങളായ രവീന്ദ്ര ജഡേജയ്ക്കും യുസ്വേന്ദ്ര ചഹലിനും കരിയർ എന്തായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. 143.53 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 633 റൺസ് നേടിയ താരമാണ് ഋതുരാജ്. എന്നാൽ ദേശീയ ടീമിൽ ഇടം ലഭിക്കാതെ പുറത്തായിരിക്കുന്നു. മുകേഷ് കുമാറും ആവേശ് ഖാനും പുറത്താരുടെ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട താരങ്ങളാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.